ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും കൂടി പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇന്ന് നമുക്ക് സുഗിയൻ്റെ റെസിപ്പിയാണ്. സുഗി എന്നും മോദകം എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ചായക്കടയിലെ പലഹാരം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചാൽ കറക്റ്റ് അളവിൽ നമുക്ക് മാവൊന്ന് കലക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇതുപോലെ ഒരു ബീറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും. അതുപോലെ തന്നെ ഈ ബീറ്റർ വെച്ച് കുറച്ച് നേരം ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മാവൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനും നല്ലതാണ്. അപ്പോൾ മാവ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു 10 മിനിറ്റത്തേക്ക്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതോ കപ്പലണ്ടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് പയർ വേവിച്ച് വെച്ചിരുന്നതാണ്, അതിട്ട് കൊടുക്കുകയാണ്. പയർ നമ്മൾ ഒന്ന് കുക്കറിലിട്ട് 2-3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. പയർ വേവിക്കുമ്പോൾ പയർ ഓവറായിട്ട് വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പയർ ദേ വേവിച്ചത് ആ നെയ്യിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ ശർക്കര പാനിയാക്കി വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 150 ഗ്രാം അളവിൽ ശർക്കരയാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ദേ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. അത് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിച്ചാൽ അതിനകത്തിലെ ആ കല്ലും മണ്ണും ഒക്കെ കാണും, അതെല്ലാം ഒന്ന് ഒഴിവായി കിട്ടും. അത് നമ്മൾ ഈ പയറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സമയമെടുത്ത് നമ്മുടെ ആ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി ആ പയറിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും ചുക്കും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മളെ ശർക്കരയൊക്കെ പയറിലൊക്കെ ഒന്ന് പിടിച്ച് ഒരു കുഴഞ്ഞ പരുവത്തിലേക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പോളം അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അവൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പയറൊന്ന് നന്നായി ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവലിന് പകരമായിട്ട് അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും അതിനകത്തിലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി മാറി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആയി കിട്ടും. ഈ ഒരു പരുവത്തിന് ഗ്യാസൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നമുക്ക് കൈ തൊടുന്ന ചൂട് ആവുമ്പോഴേക്കും നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ആ പയറൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. എങ്കിലേ നമ്മളിത് മാവിലേക്ക് മുക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മാവിൽ മുക്കുമ്പോൾ ആ പയറങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പയറെല്ലാം നമുക്ക് ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ വലിയ വലിയ സൈസുകളിലായിരിക്കും ഈ ഒരു മോദകം കിട്ടുന്നത്. ഞാനിപ്പം കാണാനുള്ളൊരു ഭംഗിക്കും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ, അപ്പം ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന എല്ലാ പയറും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഓരോ ഉരുളകളും എടുത്ത് ഈ ഒരു മാവിലേക്ക് ഇങ്ങനെ മുക്കി നമുക്ക് എണ്ണയിലേക്ക് നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അധികം സമയമൊന്നും വേണ്ട. നമ്മൾ ഈ കട്ടി കുറഞ്ഞൊരു ലെയറാണ് അതിൻ്റെ മുകളിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് ഒരു 2-3 മിനിറ്റിനകം തന്നെ ആ ഒരു മോദകം റെഡിയായി കിട്ടും. പെട്ടെന്ന് തന്നെ ആവും. തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അധികം സമയമൊന്നും വേണ്ട. അതിനകത്ത് നമ്മൾ മൈദയുടെയും അരിപ്പൊടിയുടെയും ചെറിയൊരു കോട്ടിങ് മാത്രമേ ഉള്ളല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അകത്തിരിക്കുന്ന പയറൊക്കെ നേരത്തെ തന്നെ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ നമുക്കിനി അധികം സമയമൊന്നും എണ്ണയിലേക്കിട്ട് എണ്ണ കുടിക്കുമെന്നുള്ള പേടിയും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു വൈകുന്നേരമൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. പിന്നെ അത് മാത്രമല്ല പയറും ശർക്കരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് നല്ല ഹെൽത്തിയുമാണ്. അധികം എണ്ണയൊന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.